അബദ്ധത്തിൽ കണ്ടെത്തിയ ഒരു ഇന്ത്യൻ കളിയാണ് ക്രിക്കറ്റ്. ക്രിക്കറ്റ്, രാഷ്ട്രീയം, ബോംബെ സിനിമ, സമകാലിക ഇന്ത്യയിൽ ഏറെ പ്രാധാന്യമുള്ള ഈ 3 ഘടകങ്ങളെ വിജയകരമായി ഒരു ക്രിയേറ്റീവ് പാക്കേജിലേക്ക് സംയോജിപ്പിക്കാൻ സംവിധായകൻ അശുതോഷ് ഗവാരിക്കറിന് സാധിച്ചു. അതിന്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ടതോ ഇന്ത്യൻ സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ചരിത്ര നേട്ടം. 2001 പുറത്തിറങ്ങിയ ലഗാൻ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ, തികച്ചും പുതുമയുള്ള എന്നാൽ പൂർണ്ണമായും പരിചിതമായ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് സിനിമ. ക്രിക്കറ്റിന്റെ സ്വദേശിവൽക്കരണത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റൊരു തട്ട് സർഗാത്മകമായി കാണികളിലേക്ക് എത്തിക്കാൻ സംവിധായകന് ലഗാനിലൂടെ സാധിച്ചു. അതിനെല്ലാം പുറമെ ഇങ്ങനെ ഒരു ആശയം ആമിർ ഖാനിലേക്ക് എത്തിക്കാനും ഗവാരിക്കറിന് കഴിഞ്ഞു. പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാൻ ആദ്യം ആമിർ ഖാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് അന്ന് ഭാര്യയായിരുന്ന റീന ദത്തയുടെ പ്രേരണയിൽ സിനിമ കമ്മിറ്റ് ചെയ്യുകയായിരുന്നു. ആമിർ ഖാൻ ലഗാനിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുക മാത്രമല്ല, സിനിമ നിർമ്മിക്കുകയും ചെയ്തു. നടന്റെ ഒരു ബിഗ് ബ്രേക്ക് തന്നെയായിരുന്നു ഈ സിനിമ. അമിതാഭ് ബച്ചന്റെ ആമുഖത്തോടെയാണ് സിനിമയുടെ ആരംഭം. 1893 ഇന്ത്യയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ ചമ്പനേറിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഗുജറാത്തിലെ കച്ച് മേഖലയിൽ ചിത്രീകരിച്ചതാണെങ്കിലും വടക്ക് മധ്യ ഇന്ത്യൻ വാസ്തുവിദ്യ, വസ്ത്രധാരണം, ഭാഷാഭേദങ്ങൾ എന്നിവയെല്ലാം അതിമനോഹരമായി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു. ബ്രിട്ടീഷ് അധിനിവേശ ഇന്ത്യയിൽ നടന്ന ഒരു ക്രിക്കറ്റ് മത്സരമാണ് സിനിമയുടെ പ്രമേയം. ക്യാപ്റ്റൻ റസൽ എന്ന ബ്രിട്ടീഷ് ഭരണാധികാരി തന്റെ ഗ്രാമമായ ചമ്പനേറിൽ വലിയ വാർഷിക നികുതിയായ ലഗാൻ ഏർപ്പെടുത്തി. കൊടും വരൾച്ച കാരണം കർഷകർ കൂടിയായ ഗ്രാമവാസികൾക്ക് നികുതി നൽകാൻ സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഭുവൻ എന്ന ചെറുപ്പക്കാരൻ ഇതിനെതിരെയായി പ്രതികരിക്കുകയും ഈ നടപടി എതിർക്കാൻ ഗ്രാമത്തിലുള്ളവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായി ക്യാപ്റ്റൻ റസൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഗ്രാമത്തിലുള്ളവരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം. മത്സരത്തിൽ ജയിച്ചാൽ 3 വർഷത്തേക്ക് ചമ്പനേർ മാത്രമല്ല മുഴുവൻ പ്രവിശ്യയും നികുതി കൊടുക്കേണ്ടതില്ല. പക്ഷെ തോറ്റാൽ നികുതിയുടെ 3 ഇരട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ പരിചിതമല്ലാത്ത ക്രിക്കറ്റ് കളിക്കുക എന്ന കടമ്പ കടക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലഗാന് ആ വർഷം ലഭിച്ചത് 8 ദേശീയ അവാർഡുകളും 8 ഫിലിം ഫെയർ അവാർഡുകളുമാണ്. കൂടാതെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള ഓസ്കാർ നോമിനേഷനും ലഗാൻ നേടിയെടുത്തു. മദർ ഇന്ത്യ, സലാം ബോംബെ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഓസ്കാർ വേദിയിലേക്ക് എത്തുന്ന 3ാമത്തെ സിനിമയായി അങ്ങനെ ലഗാൻ മാറി. ഒരു ലവ് ട്രയാങ്കിളും, നിഷ്കളങ്കരായ നായകനും നായികയും, കൗശലക്കാരായ വില്ലന്മാരും, ഹാസ്യ കഥാപാത്രങ്ങളും, എല്ലാത്തിനും പുറമെ റഹ്മാന്റെ ഗാനങ്ങളും. നമ്മൾ കണ്ടു വളർന്ന സിനിമകളുടെ ഫോർമുല തന്നെയാണ് ഈ സിനിമയുടേതും. എന്നാൽ സംവിധാന മികവും വിദേശ സംസ്കാരത്തിന്റെ കടന്നുവരലും പറയാതെ പറയുന്ന സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടവും എല്ലാം സിനിമയെ വേറിട്ടതാക്കുന്നു.